ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം ഞാനിതാ പതുക്കെ എണീറ്റ് വന്നു. രാവിലെ എണീറ്റ് വന്ന പാടെ നമ്മുടെ ഫ്രിഡ്ജിലുള്ള പാലൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കും. പിന്നെ മാവുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ പാൽപ്പാട എടുക്കുകയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ പാലൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചപ്പോൾ നല്ല കട്ടിക്ക് തന്നെ പാൽപ്പാട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടിഫിൻ ബോക്സൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നെയ്യ് എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽപ്പാടയൊക്കെ മാറ്റി, കട്ടിയുള്ള പാൽപ്പാടയാണല്ലോ, അതൊക്കെ മാറ്റി എടുത്തു വെച്ചു. പിന്നെ കുറച്ച് പാൽപ്പാടയല്ല, അതിൻ്റെ ഒരു ക്രീം പോലെ ഉണ്ടാവും നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പം അതിൽ പാത്രമൊക്കെ നിറഞ്ഞു കിട്ടുക. അപ്പം പിന്നെ അതിൽ നിന്നൊരു തുള്ളി ഇങ്ങനെ അതെടുത്തിട്ട് അതിലൊരു നുള്ള മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് മുഖത്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മൾ പാൽപ്പാടയും മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ഫേസ് പാക്ക് പോലെയൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് പാൽപ്പാടിയൊക്കെ എടുത്ത് വെച്ച് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. പിന്നെ അത് അവിടെ ഏട്ടൻ തേങ്ങയൊക്കെ പൊളിച്ച് തരുന്നുണ്ട് കേട്ടോ, പൊളിച്ച് തരുന്നുണ്ട്. പിന്നെ ഏട്ടൻ രാവിലെ ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് പോകണ്ട, വൃത്തിയാക്കാനല്ല, കഴുകി ഒന്ന് എടുക്കണം. അല്ലാതെ വേറെ വേസ്റ്റും കാര്യങ്ങളും നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറുതായിട്ട് വേസ്റ്റൊക്കെ ഉണ്ടാവും, അതുപോലത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബീഫ് കൊണ്ടുവന്നപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ബീഫൊക്കെ ഇവിടെ വല്ലപ്പോഴൊക്കെ തന്നെ വാങ്ങിക്കുള്ളൂ കേട്ടോ. അധികം നമ്മൾ ചിക്കനാണ് വാങ്ങിക്കുക. ബീഫ് ഇവിടെ എല്ലാവരും കഴിക്കും, എന്നാലും അധികം അങ്ങനെ വാങ്ങാറില്ല. ബീഫിനൊക്കെ കുറച്ച് വിലയല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം വാങ്ങിക്കാറില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഏട്ടന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ വാങ്ങിക്കട്ടെ. പിന്നെ മട്ടനൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴേ വാങ്ങിക്കുകയുള്ളൂ. അതിന് കുറച്ചും കൂടെ വിലയായതുകൊണ്ട് അത് വല്ലപ്പോഴേ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ. അധികം ചിക്കനും ഇതുപോലെ ബീഫ്, മീൻ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരിത്. അപ്പം ഞാനിതാ ബീഫൊക്കെ ഒന്ന് നല്ലോണം 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര തൊണ്ടവേദന ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് തണുത്ത വെള്ളമൊക്കെ കുടിച്ചതുകൊണ്ട് ഒരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇത്തിരി ഒരു പതുക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. അത് അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പ്, കറിവേപ്പില, കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റ് വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് വേവിച്ചാൽ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് അടുപ്പിൽ വെച്ച് വേവിക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. നമുക്ക് ക്ലാസ്സിനൊക്കെ പോകണമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുക്കറിനകത്താണ് കേട്ടോ ഇട്ട് വേവിച്ചത്. അപ്പോൾ എന്തായാലും ബീഫൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊന്നും എനിക്ക് ബീഫ് കറി വെക്കാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടും പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിക്കും ഒക്കെ ആണ് കേട്ടോ വെക്കുന്നത്. അധികം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കൊക്കെ തന്നെയാണ് കേട്ടോ വെക്കണത്. ചിക്കൻ കറി വെക്കണ പോലെ തന്നെ, എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കണത്. കുരുമുളകൊക്കെ കുറച്ച് അധികം ഇടും നമ്മൾ ബീഫിൽ, ചിക്കനിനെക്കാളും അങ്ങനെ. അപ്പോൾ അതൊക്കെ പുരട്ടി നമ്മളിതാ കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ്. ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ, ഉള്ളിച്ചമ്മന്തി. ചെറിയ ഉള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പില, തക്കാളി, ഒരു തക്കാളി ഇട്ടാൽ തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ ഒരു തക്കാളി ഇടാം കേട്ടോ.
പിന്നെ എരിവിന് വേണ്ടിയിട്ട് വറമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളിയും ഇതെല്ലാം പച്ചയ്ക്ക് അരയ്ക്കുക. മുളകൊക്കെ ഇട്ടിട്ട് പച്ചയ്ക്ക് അരച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്താലും അത് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ പച്ചയ്ക്ക് അരച്ചുണ്ടാക്കുമ്പോൾ. വഴറ്റി അരച്ചുണ്ടാക്കുന്ന സമയത്ത് അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. രണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വഴറ്റിയിട്ട് അരയ്ക്കുകയാണ്. പിന്നെ ഇതാ ഉള്ളിയൊക്കെ വഴണ്ട് വന്ന പിന്നെ ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, കുഞ്ഞ് തക്കാളി. പിന്നെ ചട്നിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ചട്നിയൊന്നും വേണ്ടെന്ന് വിചാരിച്ച് ഇഡ്ഡലി പൊടി ഉണ്ട്, അപ്പോൾ അതൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ ബീഫ് കറിയും പിന്നെ രസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു. അതൊന്നും പിന്നെ രസം വെക്കാനൊന്നും നമ്മൾ വീഡിയോയിലൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ ചമ്മന്തിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. അതൊക്കെ ഒന്ന് അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ബീഫൊക്കെ കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ചോറ് അടുപ്പത്ത് ചോറൊക്കെ വെന്തപ്പോൾ എന്താണ് അടുപ്പ് ഒഴിഞ്ഞ് കിടക്കണമല്ലോ, അപ്പോൾ പിന്നെ അടുപ്പിൽ തന്നെ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിക്കുള്ള പാത്രമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ബീഫ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമയം എടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു ടേസ്റ്റും അല്ലെങ്കിൽ നല്ലൊരു കളറും ഒക്കെ കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ബീഫ് കറി വയ്ക്കാൻ വേണ്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തു. 2-3 കറുവപ്പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കടുകൊന്നും ചേർക്കില്ല കേട്ടോ ഞാൻ. ബീഫ് കറിയിലൊന്നും കടുക് ആരും അങ്ങനെ ചേർക്കണമെന്നൊന്നും കണ്ടിട്ടില്ല, ഞാനും ചേർക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ കനം കുറച്ചരിഞ്ഞ സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ചെറിയുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ബീഫിന്. അപ്പം അത് തൊലി കളഞ്ഞ് എടുക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സവാളയ്ക്കാണല്ലേ പോകാറുള്ളത്. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഇട്ട് 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വേഗം ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് ചേർക്കണം. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു വഴണ്ട് കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. പിന്നെ അത് തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, തേങ്ങ കൊത്ത് എടുത്തതാണ് കേട്ടോ. ഇന്നിപ്പോൾ തേങ്ങ കൊത്ത് ഇട്ടിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ കൊത്ത് ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ മസാല കൂട്ടുന്ന സമയത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക്, പച്ചമുളക് അതിൻ്റെയൊക്കെ എരിവാകുമ്പോൾ ഏകദേശം നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച് പിന്നെ ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടാണ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തോടെയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത അവസാനം കുരുമുളകും കൂടെ ചേർത്താൽ ബീഫ് കറി റെഡിയാവും. പിന്നെ അങ്ങനെ ബീഫിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ കേട്ടോ. ദോശ മാവ് രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല ഇഷ്ടമുള്ളവർ ചെറിയ കത്തിയാടണം. അങ്ങനെ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കും കൊടുത്തു, ഏട്ടനും ദോശയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാനും ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ബീഫ് കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ദോശ നന്നായിട്ടുണ്ടാകും കഴിച്ചതിനായിട്ട്. ഇങ്ങനെ ഇറച്ചിക്കറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ദോശ കഴിക്കാൻ നല്ല സൂപ്പറല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ക്ലാസ്സിന് പോകാനുള്ള തത്രപ്പാടാണ് കേട്ടോ. അങ്ങനെ വേഗം പിന്നെ റെഡിയായി ഒരുങ്ങി. പിന്നെ ഞാനും ഏട്ടനും കൂടെ പോയി. ഏട്ടൻ എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ക്ലാസ്സിന് പോകാനുള്ള റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഏട്ടൻ കൊണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പാടത്തൊക്കെ ഭയങ്കര വെള്ളമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ അവിടെ മഴയൊന്നുമില്ല കേട്ടോ. എന്നാലും മുമ്പ് പെയ്തതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ
അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കളവ് എന്താണ് ഞാറ് നടലും ഒക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പഞ്ചയ്ക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണല്ലോ. അങ്ങനെ ക്ലാസ്സിൽ വന്നപ്പോൾ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നാണ് ഇപ്പോൾ നേരത്തെ എത്തിയിരിക്കുന്നത്. എപ്പോഴും വൈകും. അങ്ങനെ നമ്മളിതാ ക്ലാസ്സിലെത്തി. പിന്നെ പഠിത്തവും ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന സമയത്ത് നമ്മൾ തുണിക്കടയിലൊന്ന് കയറിയിട്ട് ഞാനും ഫ്രണ്ട്സും കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ കഴിയാറായല്ലോ. അപ്പോൾ ഡ്രസ് കോഡ് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സെൻഡ് ഓഫ് ഉണ്ട്. അപ്പോൾ ഡ്രസ് കോഡ് എല്ലാവർക്കും നോക്കാമെന്നും പറഞ്ഞിട്ട് അതിന് വന്നതാണ് കേട്ടോ. ഞാനും 2-3 ഫ്രണ്ട്സും കൂടെ. അങ്ങനെ ഡ്രസ്സിൻ്റെ കളറൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ ഞങ്ങളൊരു ബേക്കറിയിൽ കയറി ആപ്പിൾ ജ്യൂസും കട്ട്ലറ്റും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. ഞാൻ പിന്നെ തിരിച്ച് പോണ സമയത്ത് ബസ്സിനാണ് കേട്ടോ പോയതും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.